നമസ്കാരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ട്സിൻ്റെ ഭാഗമായുള്ള ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ചും ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ചുമൊക്കെയുള്ള സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വീഡിയോ പരമ്പരയിൽ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെടുത്തിയ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും, ഇതിൽ താല്പര്യമുള്ള എല്ലാവരും അതൊന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം, അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താ വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വേദത്തിലെയും വേദാന്തത്തിലെയും ഒരു തിയറിയാണ്. ബ്രഹ്മമാണ് സർവസ്വവും, എല്ലാം ബ്രഹ്മമാണ്. സംസ്കൃതത്തിൽ ഇതിന് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രഹ്മം, ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ വിപുലമാക്കുക, വ്യാപിപ്പിക്കുക, വിപുലമായത്, വ്യാപിച്ചിരിക്കുന്നത്, സർവ്വസാധാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് പല അവ്യക്തമായിട്ടുള്ള ഒരു, വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നതല്ല, മറ്റ് ഫിസിക്കൽ വസ്തുക്കൾ കാണുന്ന പോലെ കാണാൻ പറ്റുന്നതല്ല. ഇത് നിറാകാരമാണ് എന്ന് പറഞ്ഞാൽ നിറമില്ല, പ്രത്യേകിച്ച് ഗുണമില്ല, നിർഗുണമാണ്. ഗുണമില്ല, നിറമില്ല, കാണാൻ പറ്റുന്നതല്ല. അതേസമയം ഇത് കാലാതീതമായ ഒരു സങ്കല്പമാണ്, ഒരു കൺസെപ്റ്റാണ്, ഒരു കാഴ്ചപ്പാടാണ്. ഋഗ്വേദത്തിലാണ് ആദ്യമായി ഈ കാഴ്ചപ്പാട് പറയുന്നത്. സർവം ബ്രഹ്മം ആണെന്നുള്ളൊരു കാഴ്ചപ്പാട് പറയുന്നത്. അതിനുശേഷം 4 ഉപനിഷത്തുകളിൽ, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിനോട് അടുത്തിരുന്നത്, ആദ്യം വരുന്നത് വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, വേദം. 4 വേദങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യേണ്ടതുണ്ട്. അത് 4 കാര്യങ്ങളാണ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ വലിയ പ്രസക്തി ഉള്ളതാണ് ഈ 4 വേദവും. അതെന്താണെന്ന് നമുക്ക് വേറൊരു ദിവസം, അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. 4 വേദത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് സമയം അനുവദിക്കാത്തതുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെ നമുക്ക് നിൽക്കണം. ബ്രഹ്മം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ജനന മരണ കാല വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സത്യമാണത്. എന്തെന്നാൽ ഉള്ളത് എന്താണോ അതാണ്. ഉള്ളത് എന്ന് എന്താണോ അതാണെന്നാണ്. എന്താണോ ഉള്ളത് അതാണ്. സത്യമായി ഉള്ളത് അതാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ജ്ഞാനമാണ്. ആ സത്യമാണ്. ഉള്ളത് എന്താണെന്ന് അറിയുന്ന സത്യമെന്ന് പറയുന്നതാണ് ജ്ഞാനം. ആ സത്യമാണ് ജ്ഞാനം, അറിവ്. അത് അനന്തവുമാണ്. എന്തുകൊണ്ട് അനന്തമെന്ന് പറയുന്നു? നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഭൂമി, ആകാശം, പാതാളം എന്നൊക്കെ, സ്വർഗം എന്നൊക്കെ പറയുന്നതിനപ്പുറം നവഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങൾ, പിന്നെ അത് 10 ഉണ്ടെന്നുള്ള അർത്ഥത്തിലേക്ക് 10 ഗ്രഹങ്ങൾ, പിന്നെ ഗാലക്സികൾ, പിന്നെ നക്ഷത്ര വ്യൂഹം, പിന്നെ ഒരുപാട് പ്രപഞ്ചങ്ങൾ, കോടാനുകോടി പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാത്തിനും അപ്പുറം എന്താണ്? എല്ലാം കൂടി ചേരുന്നത് എന്താണ്? അതാണ്. അത് നമുക്കറിയാൻ, കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ചിന്തയിൽ നിൽക്കുന്നതല്ല. വലിപ്പം, വലുത്, തീവ്രമായ വലുത്, വിപുലം എന്നൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. തീവ്ര, അതിതീവ്ര, വിപുല എന്നൊക്കെ പറഞ്ഞാൽ വാക്കുകളില്ല. മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു വരാനൊരു വാക്കുകളില്ല. അത്രയും വലിപ്പമുള്ള, വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ സൈസിലല്ല, വിപുലതയുള്ള, വൈപുല്യമുള്ള, വ്യാപകമായ ഈ അണു മുതൽ അണ്ഡകടാകം വരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൂപ്പർ, എല്ലാം കൂടി ചേരുന്ന, ആ എല്ലാത്തിനകത്ത് ഭൂമി അടക്കമുള്ള എല്ലാം വരും ചേരുന്ന ആ മൊത്തം സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, നിലനിർത്തുന്ന, എല്ലാ കാലത്തെയും നിലനിർത്തുന്ന ബോധം എന്താണ് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, സത്യജ്ഞാനമാണ്, അനന്തം ബ്രഹ്മമാണ്. അപ്പോൾ അത് ആത്മാവുമായി ബന്ധപ്പെടുത്തിയും ചർച്ച ചെയ്യാറുണ്ട്. ആത്മാവ്, പരമാത്മാവ്, അത് വേറൊരു വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. പരബ്രഹ്മം എന്നും പറയാറുണ്ട്. ബ്രഹ്മത്തെ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ബ്രഹ്മമെന്നും പരമാത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ പരബ്രഹ്മമെന്നും പറയാറുണ്ട്. ഇത് 4 ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൃഹദ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദങ്ങൾക്ക് അടുത്തിരുന്നതെന്നുള്ള, അല്ലെ വേദങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൻ്റെ അവസാനം വന്നതാണ് വേദാന്തം. അത് 4 പറയുന്നുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്ത് 1, 4, 10 ഭാഗത്ത് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നൊരർത്ഥം പറയുന്നത്. അടുത്തത് ഐതരേയ ഉപനിഷത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശുദ്ധമായ ബോധമാണ്, അതൊരു ചൈതന്യമാണ് എന്നുള്ള അറിവാണ്. ബ്രഹ്മം ഒരു അറിവാണ്, ഒരു ഫിസിക്കൽ മാറ്റർ അല്ല, ഒരു അറിവാണ്, ഒരു ബോധമാണ്, ഒരു ചൈതന്യമാണ്. എന്തിൻ്റെ ചൈതന്യം? ഈ മനുഷ്യന്റെ ശരീരത്തെയും സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും സകല ചരാചരങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും ഗാലക്സികളെയും അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ടത്തെയും എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ നിലനിർത്തുന്ന, അതിനെ ചലിപ്പിക്കുന്ന, നിലനിർത്തുന്ന, എല്ലാ കാലവും ചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ചൈതന്യം, ഒരു ബോധം, അതാണ് ബ്രഹ്മം. ആയം
അയം ആത്മാ ബ്രഹ്മ, അത് പറയുന്നത് മാണ്ഡിക ഉപനിഷത്തിലാണ്. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ ആത്മാവ് പരമാത്മാവ് സങ്കല്പമാണ് അവിടെയും ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചാന്ദ്യോക ഉപനിഷത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തത്വമസി എന്നുള്ള കാഴ്ചപ്പാട് വന്നിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശബരിമലയിലെ കാഴ്ചപ്പാട്. ഗീതയിൽ പറയുന്ന 15-16 ഭാഗത്ത് പറയുന്നത് ചര സർവാണി ഭൂതാനി. ഗീതയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു കൂടസ്ഥോ ചര ഉച്ചതേ, മാറാതെ നിൽക്കുന്ന, മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു സാക്ഷി ഉണ്ട്. എന്തിന് സാക്ഷി? ഈ സകല ചരാചരങ്ങൾക്കും ചലിക്കുന്നതിനും ഉണ്മ കാണിക്കുന്നതിനും പോകുന്നതിനും വരുന്നതിനും നിൽക്കുന്നതിനും രൂപപ്പെടുന്ന സൃഷ്ടിയിലൂടെ രൂപപ്പെടുന്നതിനും സ്ഥിതിയിലൂടെ നിലനിൽക്കുന്നതിനും സംഹാരം എന്ന് പറയുന്ന മാറ്റം വരുന്നതിനുമൊക്കെ എല്ലാം മാറ്റത്തിലൂടെ വന്ന് രൂപമാറ്റം വന്ന് ഒന്നും ആത്യന്തികമായി നശിക്കുന്നില്ല, സംഹരിക്കപ്പെടുന്നില്ല. പക്ഷെ ഉള്ള അവസ്ഥ മാറി അടുത്തതിലേക്ക് പോകുന്ന ഈ ഒരു നിൽക്കുന്നതിന് സാക്ഷിയായിട്ടുള്ളത് ആരാണോ അതാണ് ഈ ബ്രഹ്മം. ഉത്തമ പുരുഷസ്തന്യ പരമാത്മയദ്യ ദാഹൃതം ചര അക്ഷര ആധാരം എന്നുള്ള പരമമായ ബ്രഹ്മം എന്നും പറയുന്നുണ്ട്. ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ, ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ എന്താ സംഭവിക്കുക? പിന്നെ ദുഃഖമുണ്ടപ്പോഴും, അസുഖം വന്നാൽ ദുഃഖമുണ്ട്, പക്ഷെ ദുഃഖിതനില്ല എന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കില്ല. ദുഃഖമുണ്ട് പക്ഷെ എന്നെ ബാധിക്കുന്നില്ല. കടിച്ചു, എനിക്ക് വേദനയില്ല, കാരണം വേദന എൻ്റെ മനസ്സിൻ്റെതാണ്. കടിച്ചിരിക്കുന്ന ശരീരത്തിലാണ് മുറിവ് വന്നിരിക്കുന്നത്, പക്ഷെ വേദന എൻ്റെ മനസ്സിലാണ്. അപ്പോൾ എനിക്ക് ആ വേദന ഇല്ല എന്ന് പറയുന്ന ഒരു സങ്കല്പമാണത്, എന്നൊരു കാഴ്ചപ്പാടാണ്. സർവം ഖലിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മം തന്നെയാണ്. നമ്മൾ കാണുന്നതാണ് ചിന്തകൾ, നമുക്ക് കാണാൻ പറ്റും ചിന്തകൾ. നമ്മൾ ചിന്ത കാണുന്നതാണ്, ശ്വാസവും നമുക്ക് കാണുന്നതുണ്ട്, ശരീരവും നമുക്ക് കാണുന്നത്. ഇങ്ങനെ 3 കൺസെപ്റ്റിൽ പറയുന്നുണ്ട്. മോക്ഷം എന്ന് പറയുന്നത് ഈ ലോകം ഉപേക്ഷിച്ച് പോകലല്ല, ലോകത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കലാണെന്നുള്ളതാണ്. ബ്രഹ്മത്തിന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ബ ര ഹ മ, 4 അക്ഷരമാണല്ലോ. ബ എന്ന് പറയുന്ന വ്യാപ്തി എന്നുള്ള അർത്ഥത്തിലും, ര എന്ന് പറയുന്നത് ശബ്ദം എന്നുള്ള അർത്ഥത്തിൽ, ശക്തി എന്നുള്ള അർത്ഥത്തിലും, ഹ എന്ന് പറയുന്നത് ബോധം എന്നുള്ള അർത്ഥത്തിലും, മ ഏകത്വം എന്നുള്ള അർത്ഥത്തിലും, സർവ്വതിലും നിത്യബോധമായി നിൽക്കുന്ന ഒരു ഏകത്വമാണ്, പരമമായ സത്യമാണിത്. അതിന്റെ ധാതു എന്ന് പറയുന്നത് കാണുന്നതാണ് നമ്മുടെ ലോകം, അതായത് ഭൂമി ജലമെല്ലാം. അതിന്റെ നിരുത്തം എന്ന് പറയുന്നത് സ്വതന്ത്രമായി കാണാനാകില്ല നമുക്ക്. അങ്ങനെ കണ്ണുകൊണ്ട് നഗ്ന നേരത്തിൽ സ്വതന്ത്രമായി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്രത്യക്ഷമായിട്ടുള്ള ഒരു സത്യം. പല സത്യങ്ങളും അങ്ങനെ ആണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ കമ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കമ്പി എന്ന് ഉദാഹരണം എടുത്തോളൂ. അതൊരു ധാതുവാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലെ നിരുത്തം എന്ന് പറയുന്നത് വൈദ്യുതിയാണ്. നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല, അതൊരു സത്യമാണ്, അതിനകത്തൂടെ വൈദ്യുതി പോകുന്നു എന്നുള്ളത്. അതിൻ്റെ ബ്രഹ്മം എന്ന് പറയുന്ന പാർട്ട് അതിൻ്റെ ഊർജമാണ്. അപ്പോൾ കമ്പിയിലൂടെ വൈദ്യുതി പോകുന്നു, വൈദ്യുതി എന്ന് പറയുന്നത് ഊർജമാണ്. ആ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോധത്തിൻ്റെയൊക്കെ ഭാഗമാണ്. ആ ബോധത്തെയാണ് നമ്മൾ പലപ്പോഴും ബ്രഹ്മം എന്ന പദം കൊണ്ട് നിഷ്കർഷിക്കുന്നത്. ഇത് ചരിത്രത്തിൽ കുറേ അധികം കാര്യങ്ങൾ കിടപ്പുണ്ട്. അതായത് ഗാർഹി, മൈത്രേയി, യാജ്ഞവൽക്കൻ ഇവരുടെ സംവാദം വളരെ പ്രസിദ്ധമാണ്. ഗാർഹി സ്ത്രീയാണ്, മൈത്രേയി സ്ത്രീയാണ്. ഇവർ പലപ്പോഴും യാജ്ഞവൽക്കനോട് സംസാരിച്ച് യാജ്ഞവൽക്കനെ ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് തർക്കമല്ല. അങ്ങനെ നടക്കുന്ന ചർച്ചയിൽ ഇത് പറഞ്ഞ് ലോകത്തെക്കുറിച്ചും ഭൂലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു വന്ന് അവസാനം പറയും അക്ഷരം ആണ് അവസാനത്തെ കാര്യം. അപ്പോൾ ഒരു കുട്ടി, ഇതൊരു ഗുരു ഒരു ശിഷ്യനോട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യൻ ചോദിച്ചു അതേത് അക്ഷരം എന്ന് ചോദിച്ചു. പക്ഷെ നമ്മുടെ അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, നമ്മൾ എഴുതുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ആ അക്ഷരമാണ്. അതല്ല ഇവിടെ യാജ്ഞവൽക്കൻ ഉദ്ദേശിച്ച അക്ഷരം. അതെന്ന് പറയുന്നത് ക്ഷയമില്ലാതെ, ഒരിക്കലും ക്ഷയിച്ചു പോകാതെ, ഈ സകലതിനും കാരണഭൂതരായിട്ടുള്ള അല്ലെങ്കിൽ സകലതിനും കാരണഭൂതമായ ആ ബോധം, ആ ഊർജം, ആ ഉന്മ ഏതാണോ അത് അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തതാണ്. അത് വിഷയമയമല്ല, വിഷയങ്ങളെ അറിയുന്ന സാക്ഷിയാണ്. ക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തത്, നിത്യവും അവിനാശവും ആയിട്ടുള്ള ജനന മരണ രൂപ ഗുണങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ ഇത് സകല ഈ ചരാചരങ്ങൾക്ക് നിലനിൽക്കുന്നതിന് ആധാരമായിട്ടുള്ള ഏതത് വൈദത് അക്ഷരം എന്ന് ഗാർഗി പറയുന്നുണ്ട്. അതായത് അപ്പോൾ യാജ്ഞവൽക്കൻ്റെ ഇത് അതിനു മുമ്പേ ഋഗ്വേദത്തിലാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ബ്രഹ്മം എന്ന വാക്ക് കോയിൻ ചെയ്തതെന്നോ
എഴുതിയെന്നൊന്നും നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ കിട്ടുന്നില്ല. പക്ഷേ ഈ കൺസെപ്റ്റ് വളരെ വലുതാണ്. ഇന്ത്യൻ തത്വശാസ്ത്രം പഠിക്കുന്നവർക്ക്, ഇന്ത്യൻ ആത്മീയത പഠിക്കുന്നവർക്ക് ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൗതികമായി കാണണം, എവിടെയെങ്കിലും ഇരിക്കുന്നവർ അവർ കാണാൻ നടക്കട്ടെ. ആസ്തികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നെ വൈദിക ദൈവിക ചിന്തയിലുള്ളവർക്ക്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി ഇന്ത്യൻ തത്വശാസ്ത്രത്തിലും വിചാരത്തിലും ഉണ്ട്.